പഠിത്തം ഒഴിച്ച് ബാക്കിയൊക്കെ നടക്കും. ഒരു നോട്ട്ബുക്ക് എടുക്കും, കുറച്ചുകൂടെ എഫക്റ്റീവ് ആവാറുണ്ട്. ഈ 9th 10th ആ ടൈമിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു മോട്ടിവേഷൻ കിട്ടും. മെന്റൽ ഹെൽത്ത് ഒക്കെ ഭയങ്കര ഡൗൺ ആയിട്ടാണ് ഉണ്ടാവുക. ഓ ഞാൻ പഠിച്ചു, ലാസ്റ്റ് മിനിറ്റിൽ എത്തുമ്പോൾ മറന്നു പോകും. നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യണം, ഇത് റിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായി. ഇനിയിപ്പോൾ പഠിച്ചു തുടങ്ങാനുള്ള ടൈം ആയിട്ടുണ്ടോ? ഞാനിപ്പോൾ പറഞ്ഞ കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ മെയിൻ കൺഫ്യൂഷൻ ചിലപ്പം ഇനിയിപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ 1 month ഉണ്ട്, ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ, ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മറന്നു പോവോ എന്നൊക്കെയുള്ളതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോഴേ പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴേക്കും പഠിച്ച് തീരുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാനൊന്നും മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും. എന്തായാലും ടെൻഷൻ ഒന്നും വേണ്ട. ഈ ഒരു വീഡിയോ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു 10 minutes കൊണ്ട് നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള ഒരു ക്ലാരിറ്റി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എനിക്കും ഇങ്ങനെ എക്സാമിൻ്റെ ടൈമിന് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും മനസ്സിലാവില്ല. ആ സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നോട്ട്ബുക്ക് എടുക്കും, എന്നിട്ട് ഫ്രഷ് പേജ് ഓപ്പൺ ചെയ്യും. അതിൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് എഴുതും. സബ്ജക്റ്റിൻ്റെ താഴെയായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സിൻ്റെ പേരൊക്കെ എഴുതി കൊടുക്കും. ഇതാണ് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. നമ്മളിപ്പം ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പം നമുക്ക് ഇത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാവും. പക്ഷെ നമ്മളത് എഴുതുമ്പം നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും, ഓ ഇത്രയും പഠിക്കാനുണ്ട്, ഇതിലേതൊക്കെയാണ് ഈസി ചാപ്റ്റേഴ്സ്, ഇതിലേതൊക്കെയാണ് കുറച്ചുകൂടി ടൈം എടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. ഇതൊക്കെ നമുക്ക് ഈ ചാപ്റ്റേഴ്സിൻ്റെ ഹെഡിങ് എഴുതുമ്പം അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ബുക്കിൽ മറിച്ചിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കുന്നുണ്ടാവും, അത് ഭയങ്കര നല്ല കാര്യമാണ്. എനിക്ക് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇതൊക്കെ എഴുതും. എന്നിട്ട് ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിയുമ്പം ഇതിങ്ങനെ ഒരു മാർക്കർ വെച്ചിട്ട് ഞാൻ സ്ട്രൈക്ക് ചെയ്ത് കളയും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അപ്പം നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും, ഒരു ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫീൽ ആയിരിക്കും അത്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ എഴുതി വെക്കുന്നത്. നമ്മൾ ലാസ്റ്റ് എക്സാമിനൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ഈ ബുക്ക് മറിച്ചിട്ട് നോക്കുമ്പം മൊത്തം ഇങ്ങനെ വെട്ടി വെച്ചത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഫസ്റ്റ് എന്തായാലും ഞാൻ ചെയ്യുന്ന കാര്യം ഇങ്ങനെ ചാപ്റ്റേഴ്സൊക്കെ കറക്റ്റായിട്ട് 1 by 1 ലൈൻ ബൈ ലൈൻ ഇങ്ങനെ എഴുതി കൊടുക്കുന്നതാണ്. എവിടെ പഠിക്കണം എന്ന് അറിയില്ലെങ്കിൽ ഫസ്റ്റ് എന്തായാലും ഇത് ചെയ്യുക. എഴുതി കഴിയുമ്പം നിങ്ങൾക്ക് എന്തായാലും ചെറിയൊരു മോട്ടിവേഷൻ കിട്ടും. ഇതിൽ എന്തെങ്കിലും ഒരു ചെറിയ ചാപ്റ്റേഴ്സ് നമുക്ക് ഇന്ന് തന്നെ പഠിച്ചു നോക്കാം. ഒരു ചെറിയ ചാപ്റ്റർ ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ അതവിടെ കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഇത് ടൈം ടേബിൾ ഉണ്ടാക്കുന്ന ദിവസം ഒന്ന് വായിച്ച് നോക്കുക. പഠിക്കണം എന്ന് വിചാരിച്ച് വായിക്കേണ്ട, ജസ്റ്റ് ഒന്ന് എങ്ങനെയുണ്ട് ചാപ്റ്റർ, നമ്മളെ കൊണ്ട് എത്ര ടൈം എടുത്ത് പഠിക്കാൻ പറ്റും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ചാപ്റ്റർ എടുത്തിട്ട് അന്ന് തന്നെ ഇരുന്ന് ഒന്ന് വായിക്കാൻ നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കുഞ്ഞു ചാപ്റ്റർ, ഈസി ചാപ്റ്റർ, ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ ഞാൻ ഇത്രയും സമയം എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറേ ടൈം എടുത്ത പോലെ തോന്നുകയാണെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ആവണ്ട. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഇപ്പം നിങ്ങൾ ഭയങ്കര ഈസി ആയിട്ട് അത് പെട്ടെന്ന് ആ ഒരു ചാപ്റ്റർ പഠിക്കാൻ പറ്റി, നിങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും സ്പീഡിൽ അത് പഠിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആവും. ലൈക്ക് അപ്പം എന്നെക്കൊണ്ട് പറ്റും, ബാക്കി ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാൻ പറ്റും, അങ്ങനെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് വേഗം കംപ്ലീറ്റ് ആക്കുക, എന്നാൽ പിന്നെ നമുക്ക് റിവിഷൻ ചെയ്യാനൊക്കെ ടൈം ഉണ്ടല്ലോ, അങ്ങനെ ഒരു തോട്ടും കൂടെ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചാപ്റ്റേഴ്സിൻ്റെ പേരൊക്കെ എഴുതുക, അതിൽ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്റർ സെലക്ട് ചെയ്യുക. അന്ന് തന്നെ ഇരുന്ന് എത്ര ടൈം കൊണ്ട് അത്രയും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എത്ര ടൈം എടുത്തു എന്നൊക്കെയുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കണം. ഒരു കുഞ്ഞ് ചാപ്റ്റർ ആണെങ്കിലും പലർക്കും പല ടൈം എടുത്താൽ പഠിക്കാൻ പറ്റുള്ളൂ. ചിലർക്ക് ഈസി ആയിട്ട് ആ ചാപ്റ്റർ പഠിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ചിലർക്ക് അത്രയും ടൈം എടുത്ത് കുറച്ചുകൂടെ ടൈം എടുത്ത് ഒക്കെ മനസ്സിലാക്കി അങ്ങനെ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് എത്ര പെട്ടെന്ന് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. നെക്സ്റ്റ് തിങ്, നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. നിങ്ങൾക്കിപ്പം ഈസി ചാപ്റ്റർ എടുത്തോണ്ട് നിങ്ങൾക്ക് ഈസി ചാപ്റ്റർ പഠിക്കാൻ തന്നെ ഇത്രയും ടൈം എടുത്തു എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടഫ് ചാപ്റ്റേഴ്സിന് നമ്മൾ ഏകദേശം എക്സ്ട്രാ ഇത്ര സമയം ഉണ്ടാവും എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ ടഫ് ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആക്കണമെങ്കിൽ ആ ചാപ്റ്ററിനെ നമ്മൾ പാർട്ടാക്കിയിട്ട് തിരിക്കണം. ഇപ്പം ഒരു വലിയ ചാപ്റ്ററിന് നമുക്ക് 3 പാർട്ടാക്കാം, അല്ലെങ്കിൽ 2 പാർട്ടാക്കാം. 2 പാർട്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. അത് നമുക്ക് 2 ചാപ്റ്ററാക്കി മാറ്റാം. ലൈക്ക് 2 ചാപ്റ്റർ അല്ല, 2 ചാപ്റ്റർ പോലെ നമുക്ക് കണക്കാക്കാം. എന്നിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പം അതിന് നമുക്ക് ഇന്ന ദിവസം ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇത്രയും പാർട്ട് എന്തായാലും പഠിച്ച് തീർക്കണം എന്നുള്ളൊരിത് ക്ലാരിറ്റി വെക്കുക. എന്നിട്ട് എന്തായാലും അത് അന്നത്തെ ദിവസം തന്നെ പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലാസ്റ്റിലേക്കുള്ള ഒരു 5 days അല്ലെങ്കിൽ 4 days ആവുമ്പോഴേക്കും ഒക്കെ കവർ ചെയ്യണം. ഒക്കെ കവർ ചെയ്താൽ മാത്രമാണ് നമുക്ക് അത്രയും ദിവസം റിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം
ഞാൻ എത്ര മുന്നേ പഠിച്ചാലും ലാസ്റ്റ് മിനിറ്റിൽ എത്തുമ്പോൾ മറന്നു പോകും. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ റിവിഷൻ ഉണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് പക്കയാണ്. അതുകൊണ്ട് ലാസ്റ്റ് ഒരു ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ 4 ഡേയ്സ് ഞാൻ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ട്. ആ ഒരു ദിവസം ആകുമ്പോഴേക്കും എനിക്ക് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു എയിമിലാണ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കാറ്. ഇപ്പോൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പം എന്തായാലും നിങ്ങളുടെ എക്സാമിൻ്റെ ഒരു 3 to 4 ഡേയ്സ് വിട്ടിട്ട് വേണം ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ. 3 to 4 അല്ലെങ്കിൽ അത്രയും ദിവസം, കൂടുതൽ ദിവസം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം നമ്മൾ ഫസ്റ്റ് പഠിക്കുമ്പം ചില ടോപ്പിക്സ് നമുക്ക് എത്ര പഠിച്ചാലും മനസ്സിലാവില്ല. എന്തായാലും ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ആക്കി വെക്കുക. എന്നിട്ട് ലാസ്റ്റ് റിവിഷൻ പാർട്ടിലേക്ക് കുറച്ചുകൂടെ പഠിക്കാന്നുള്ള രീതിയിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ആ സമയത്തും കൂടെ നന്നായിട്ട് പഠിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന സംഭവങ്ങൾ. ചാപ്റ്റേഴ്സൊക്കെ എഴുതി വെക്കും, ടഫായിട്ടുള്ള സബ്ജക്റ്റും പിന്നെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ്, ഇതൊക്കെ കാറ്റഗറൈസ് ചെയ്യും. ഇനിയിപ്പോൾ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സിനൊക്കെ പാർട്ടാക്കും, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും. ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് 3 to 4 ഡേയ്സ് അല്ലെങ്കിൽ 5 ഡേയ്സ് റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. അതിൻ്റെ മുന്നേയുള്ള ദിവസം വെച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റും, എനിക്ക് വർക്കാവുന്ന ടൈം ടേബിൾ സെറ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറ്. നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പം നിങ്ങളുടെ മെമ്മറി, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും, നിങ്ങളുടെ ടൈം, അതനുസരിച്ച് നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യണം. നന്നായിട്ട് ഒരു സമയം എടുത്തിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇന്നത്തെ ഒരു ദിവസം പഠിക്കാനിരിക്കുമ്പം ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട ഒരു സംഭവം കുറച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് തലയിൽ കയറുന്ന സംഭവം എടുക്കുക. കാരണം ആദ്യം തന്നെ ഒരു ടഫായിട്ടുള്ള സംഭവം എടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഒരു ഡീമോട്ടിവേറ്റഡ് ആയ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ആദ്യം തന്നെ കുറച്ച് ഈസി ആയിട്ട്, ലൈക്ക് ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന സംഭവങ്ങൾ ഉണ്ടാവില്ലേ, അത് ഒരു ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ലൈക്ക് എപ്പോഴും നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല, എന്നാലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക. ഇരിക്കുമ്പം ഈ ടൈം ടേബിൾ എഴുതി വെച്ച ബുക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ വേണം. അല്ലെങ്കിൽ പേപ്പറിലാണ് എഴുതിയെന്ന് വെച്ചാൽ ഈ ടേബിളിൻ്റെ മുന്നിലായിട്ട് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്ത് വെച്ചാലും മതി. അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ ടേബിൾ കുറച്ച് ക്ലീൻ ആക്കി വെക്കുക. വേണ്ടാത്ത ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റിൻ്റെ സംഭവങ്ങൾ അല്ലെങ്കിൽ ജേണല് അതൊന്നും ഫ്രണ്ടിൽ വെക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴുള്ള സംഭവമാണ്. എക്സാമിൻ്റെ സമയത്ത് നമുക്ക് പഠിത്തം ഒഴിച്ച് ബാക്കിയൊക്കെ നടക്കും. ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കി ഒക്കെ ചെയ്യാൻ തോന്നും. ലൈക്ക് TV കാണാൻ തോന്നും, പുതിയ സിനിമ എടുത്ത് കാണാൻ തോന്നും, അല്ലെങ്കിൽ എന്തെങ്കിലും സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രം വരയ്ക്കാൻ തോന്നും, ജേണൽ ചെയ്യാൻ തോന്നും, ക്രാഫ്റ്റ് ഐറ്റം എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നും. ഈ സമയത്ത് എന്തെന്നില്ലാത്ത മോട്ടിവേഷൻ വരും. ആ ഒരു മോട്ടിവേഷൻ കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണുടക്കുന്ന സ്ഥലത്തേക്ക് വെക്കാണ്ട് എവിടെയെങ്കിലും മാറ്റി വെക്കുക. കാരണം എക്സാം കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയമുണ്ട്. ആ സമയം നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തത് കൊണ്ട് ഇനിയിപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇന്നിപ്പോൾ എന്ത് പഠിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അടുത്ത ദിവസം എന്താണോ പഠിക്കാനുള്ളത് ആ ഒരു സബ്ജക്റ്റിൻ്റെ ബുക്ക്, പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഒന്നിച്ചെടുത്ത് വെക്കുക. പിന്നെ എഴുതി പഠിക്കാൻ ഒരു റഫ് നോട്ട് എന്തെങ്കിലും പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക. അത്രയും കാര്യങ്ങൾ മതി. പിന്നെ പെൻസിൽ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ എടുത്ത് വെച്ചാൽ മതി. ആ ഒരു സബ്ജക്റ്റിൻ്റെ കാര്യങ്ങൾ മാത്രമൊക്കെ എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഫ്രഷ് ഫീൽ തോന്നും. എനിക്ക് അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ പഠിക്കാനുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സബ്ജക്റ്റിൻ്റെ സംഭവങ്ങളും പിന്നെ എണീറ്റ് പോയി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഒന്നിച്ച് വെക്കും, നോട്ട്സ് ഒന്നിച്ച് വെക്കും, ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ ഒന്നിച്ച് വെച്ചിട്ടാണ് പഠിക്കാനിരിക്കാറ്. അതുപോലെ പഠിക്കുമ്പം ഇപ്പോൾ സയൻസ് സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ പഠിക്കുമ്പം കുറച്ചുകൂടെ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കാൻ ശ്രമിക്കാണ്ട് കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ കുറച്ചുകൂടെ തലയിൽ നിൽക്കും. അതെല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കാന്നുള്ള രീതിയിൽ, എങ്ങനെയെങ്കിലും പഠിക്കാന്നുള്ള രീതിയിലാണ് പഠിച്ചിടുക. പക്ഷെ അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ബൈ ഹാർട്ട് ആണെങ്കിൽ ഒരു സംഭവം കിട്ടിയിട്ടില്ലെങ്കിൽ ബാക്കി കിട്ടൂല. മറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് എഴുതുമ്പം മനസ്സിലാക്കിയത് വെച്ചെങ്കിലും എഴുതാൻ പറ്റും, അതിന് മാർക്കും കിട്ടും. മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്ക് റിവിഷൻ ടൈം ഉണ്ടല്ലോ, റിവിഷൻ ടൈമിൽ നമുക്കിത് വായിക്കുമ്പം കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. നമുക്കിപ്പോൾ ചിലപ്പോൾ ബൈ ഹാർട്ട് പഠിച്ചാൽ റിവിഷൻ ടൈമിൽ വായിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നും മനസ്സിലാവില്ല. അപ്പം നമ്മൾ വീണ്ടും അയ്യോ നമ്മൾ പഠിച്ചത് വെറുതെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചിരിക്കും. അതുകൊണ്ട് കഴിവതും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓൾസോ നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഇത്ര മണിക്കൂറാണ് എനിക്ക് പഠിക്കാൻ കിട്ടുക എന്ന് ഓർത്തിട്ട് വേണം ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ. പഠിക്കുമ്പം സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നോക്കി പോകേണ്ട ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് പല വഴികളും ഉണ്ടാവും. നെറ്റിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതും കൂടെ വർക്കൗട്ട് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മോട്ടിവേഷൻ കിട്ടും. ലൈക്ക് നിങ്ങൾ ആ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ
നിങ്ങൾക്ക് നോക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ചു എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുമ്പം അപ്പോൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയായാലും സംശയം വരും, ഇത് ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അത് അറ്റ് ദ എൻഡ് ഓഫ് എ ചാപ്റ്റർ നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുറച്ച് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. ഇപ്പോൾ പറ്റിയിട്ടില്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ടോപ്പിക്ക് എനിക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ടെന്ന്. അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്റർ പക്കയാവും. എങ്ങനെ പഠിക്കണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെ തന്നെയുള്ള ഒരു ഡൗട്ടാണ് എപ്പോഴാണ് പഠിക്കേണ്ടത് എന്ന്. പലർക്കും പല ടൈമാണ് വർക്കാവുക. പേഴ്സണലി എനിക്ക് രാവിലെ എണീറ്റ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ എണീറ്റ് പഠിക്കുമ്പം എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ വേഗം മനസ്സിലാവുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ എക്സാമിൻ്റെ ടൈമൊക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ പറ്റും എന്നുള്ളത് കൊണ്ട് ഞാൻ രാവിലെ മാത്രമേ പഠിക്കും, അങ്ങനെയല്ല. എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് എങ്ങനെയെങ്കിലും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. രാവിലെ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് കുറച്ച് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ രാവിലത്തേക്ക് മാറ്റി വെക്കും. കുറച്ചുകൂടെ ടൈം എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ രാവിലത്തേക്ക് മാറ്റി വെക്കും. വൈകുന്നേരം രാത്രി ആ സമയത്തും പഠിക്കാം. നമുക്ക് വേഗം ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കണം. അധികം മൈൻഡിനെ കിട്ടാത്ത സമയത്ത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ ചാപ്റ്റേഴ്സിനൊക്കെ ആക്കി വെക്കുക. കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാൻ പറ്റിയ ടൈമിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ടഫായിട്ട് ടൈം എടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ ടൈം അനുസരിച്ച് അല്ലെങ്കിൽ അതിനൊക്കെ അതിനെ പറ്റിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് തന്നെ വേണം. ഇപ്പം നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്താലും മൊത്തം ആ ടൈമിൽ തന്നെ പഠിച്ച് ശരിയാക്കാനുള്ളൊരു സമയം കിട്ടിയെന്ന് വരില്ല. പിന്നെ നമുക്ക് റിവിഷൻ ടൈമിലേക്ക് മാറ്റി വെക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് വായിച്ച് പോവുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് റിവിഷൻ ടൈമിലേക്ക് പഠിക്കാന്നുള്ള രീതിയിലേക്ക് മാറ്റി വെക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ലാസ്റ്റ് ഒരു 5 days നമുക്ക് എക്സ്ട്രാ മാറ്റി വെക്കാൻ പറഞ്ഞത്. ഇപ്പം മുന്നേയുള്ള സമയത്ത് പഠിച്ചിട്ടില്ലെങ്കിലും നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ആ സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ച് നിങ്ങൾ എല്ലാ ദിവസവും കുറേ പെൻഡിങ് ആയിട്ട് വെച്ചാൽ ആ 5 ദിവസവും മൊത്തം ഫില്ലായിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ ആണ്, എത്ര വായിച്ചാലും മനസ്സിലാവില്ല എന്നൊക്കെ ആണെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണുന്നത് നല്ലതാണ്. എനിക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പം കുറച്ചുകൂടെ അതിനെപ്പറ്റി ടോപ്പിക്കിനെ പറ്റിയൊക്കെ മനസ്സിലാവാറുണ്ട്. എക്സാം ടൈമിന് കുറച്ചുകൂടെ എഫക്റ്റീവ് ആവാറുണ്ട്. എഴുതുമ്പോൾ ഒക്കെ ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഓർമ്മ വരാറുണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കാണാം. പക്ഷെ അതിൻ്റെ ഇടയിൽ ഡിസ്ട്രാക്ഷൻ പോലെ ഇൻസ്റ്റഗ്രാമിലേക്ക് വേറെ വീഡിയോസിലേക്കൊന്നും പോവാണ്ട് നിൽക്കുക. അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് യൂട്യൂബ് വീഡിയോസ് കാണുന്നതും അങ്ങനത്തതൊക്കെ. കുറേ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഈസി ആയിട്ട് പറഞ്ഞു തരുന്ന ആൾക്കാർ കുറേ യൂട്യൂബ് ചാനൽസൊക്കെ ഉണ്ടാവും. അത് കാണുമ്പോൾ നമുക്ക് ഇപ്പം ഒരു 1 hour എടുത്ത് പഠിക്കേണ്ട സാധനമാണെങ്കിൽ ഒരു ½ an hour കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അത് കുറേ ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരും. നല്ല എഫക്റ്റീവാണ് നമ്മൾ യൂട്യൂബ് വീഡിയോസ് കാണുന്നത്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നവും അതിൽ തന്നെയാണുള്ളത്. നമ്മളിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കണ്ട് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേറൊരു മെസ്സേജ് വരുമ്പം അങ്ങോട്ട് പോവും, അല്ലെങ്കിൽ വേറൊരു വീഡിയോ കാണുമ്പം അങ്ങോട്ടേക്ക് പോവും. അങ്ങനെയൊക്കെ വേഗം ഡിസ്ട്രാക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് ഈ യൂട്യൂബ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്നത്. കുറച്ച് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. അതുപോലെ ഇന്നത്തെ ദിവസം നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് പഠിച്ചു കഴിയുമ്പം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളത് മാർക്ക് ചെയ്ത് വെക്കണം. നിങ്ങളുടെ പ്രോഗ്രസ് മാർക്ക് ചെയ്ത് വെക്കണം. അന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തത്. അത് അന്ന് പഠിച്ചു കഴിയുമ്പം നമ്മൾ ടിക്കറ്റ് പോക്കുക അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് പോക്കുമ്പം നമുക്ക് പറയുമ്പം ഇതിന്നൊക്കെ എന്ത് മോട്ടിവേഷൻ കിട്ടാനാണ് എന്നൊക്കെ തോന്നും. പക്ഷെ ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പം നമുക്ക് പറയാത്ത ഒരു മോട്ടിവേഷൻ കിട്ടും. ഗ്രൂപ്പ് സ്റ്റഡീസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ കമ്പൈൻ സ്റ്റഡി ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിലിരുന്നിട്ട് എല്ലാവരും കൂടി നിന്നിട്ട് പഠിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അത് എല്ലാവർക്കും എഫക്റ്റീവ് ആവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ 9th 10th ആ ടൈമിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ സമയത്ത് വെറുതെ തമാശ പറഞ്ഞിരുന്നു പോകരുത്. ഞങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഹിസ്റ്ററി ഒക്കെയാണ് ഞങ്ങൾ മെയിനായിട്ട് അങ്ങനെ ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചത്. വർഷങ്ങളൊന്നും അങ്ങനെ തലയ്ക്ക് കയറൂല. ആ സമയത്ത് ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് ഇത് വായിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു കോമഡി പറയും. ഇത് വെച്ച് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കോമഡി ഉണ്ടാക്കും. അപ്പോൾ ആ കോമഡി ഉണ്ടാക്കുമ്പോൾ ഇത് കുറച്ച് തലയിൽ നിൽക്കും. ഇപ്പം ഒരു വേർഡ് ഉണ്ടെങ്കിൽ ആ വേർഡിനെ കണക്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പറയും. ആ വേറെ എന്തെങ്കിലും പിന്നെ ഈ ഒരു വർഷമായിട്ട് കണക്ട് ചെയ്ത് വേറെ എന്തെങ്കിലും പറയും. അങ്ങനെയൊക്കെ പറയുമ്പം നമുക്ക് കുറച്ചുകൂടെ ഓർമ്മയിൽ നിൽക്കും. അപ്പം നിങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേങ്കിൽ
കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അങ്ങനെ പോവും. പക്ഷെ ആ സമയം നല്ല എഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇല്ലെങ്കിൽ ആ ദിവസം നമുക്ക് പഠിക്കേണ്ട ആ ഒരു ദിവസം വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് കമ്പൈൻ സ്റ്റഡി എല്ലാവർക്കും വർക്കാവണമെന്നില്ല, പക്ഷെ വർക്കാവുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ലൈക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പഠിക്കാൻ കമ്പൈൻ സ്റ്റഡി ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എക്സാമിന് ഇനിയും ടൈമുണ്ട്. അതുകൊണ്ട് സ്റ്റഡി മെറ്റീരിയൽ കാര്യങ്ങളൊന്നും ഇപ്പം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് കളക്ട് ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ എക്സാമിന് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു തരിക. ടൈം ടേബിൾ സെറ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇങ്ങനെ ചാപ്റ്റേഴ്സൊക്കെ എഴുതി സെക്ഷൻ ആക്കി പഠിക്കാനിരിക്കുന്നത്. നിങ്ങൾക്കും അറിയുന്ന കാര്യമായിരിക്കും ഇത്, പക്ഷെ എക്സാമിൻ്റെ തൊട്ട് മുന്നേ അല്ലെങ്കിൽ എക്സാമിൻ്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇങ്ങനൊരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എക്സാമാണ്, മെൻ്റൽ ഹെൽത്ത് ഒക്കെ ഭയങ്കര ഡൗൺ ആയിട്ടാണ് ഉണ്ടാവുക. പഠിച്ചാൽ തീരോ, ഈ ഒരു ടെൻഷൻ നിങ്ങളുടെ മനസ്സിൽ മൊത്തം എല്ലാ സമയവും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ സമയവും നിങ്ങൾ പഠിക്കാമെന്ന് വിചാരിച്ച് മാത്രം ഇരുന്നാൽ പോരാ, റിലാക്സ് ചെയ്യാനുള്ള ടൈമും കൂടെ നിങ്ങൾ കണ്ടെത്തണം. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫോൺ നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ പഠിക്കാൻ സെറ്റ് ചെയ്ത സമയത്ത് പഠിത്തം മാത്രം നടക്കുക, അത്രയേ ഉള്ളൂ. ആക്ച്വലി എനിക്കിന്ന് തീരെ സുഖമില്ല. എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായിന്ന് വരില്ല. എനിക്ക് ഭയങ്കര ജലദോഷമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഇങ്ങനെ തുമ്മുന്നുണ്ട്. ഞാൻ വീഡിയോൻ്റെ ഇടയ്ക്ക് തന്നെ ചില കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ആ തുമ്മൽ വരിക. അപ്പോൾ അത് തുമ്മിയിട്ട് ബാക്കി പറയുമ്പോൾ എന്താ മുന്നേ പറഞ്ഞതെന്ന് മറന്നു പോകും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ഇന്ന് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ സമയം കിട്ടൂല. പെട്ടെന്ന് തന്നെ വീഡിയോ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് വേഗം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇപ്പം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റഡി ടിപ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു മോട്ടിവേഷന് വേണ്ടിയിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ സെറ്റ് ചെയ്തത്. എന്തായാലും ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോ എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പം തന്നെ എൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫാക്കി വെക്കുക. ഒരു നോട്ട്ബുക്ക് എടുക്കുക, ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ എടുക്കുക, സബ്ജക്റ്റ് എന്തൊക്കെയാണോ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ഏത് പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു ക്ലാരിറ്റി ഇപ്പം തന്നെ വരുത്തുക. എങ്ങനെയാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നൊക്കെ ഒരു ബേസിക്കായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അതൊന്നുകൂടെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ടൈമൊന്നും വേസ്റ്റ് ചെയ്യേണ്ട. എത്ര പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ടൈം ആയിട്ട് കിട്ടും. എന്തായാലും നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടും ഒക്കെ പഠിക്കാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. എക്സാം ഒക്കെ നല്ല തകർത്ത് എഴുതുക, വേഗം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.